പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഒരു മാസപ്പടി വിവാദം അതിപ്പോൾ ഉയർന്നു വന്ന വിവാദമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ചർച്ച നടന്നുകൊണ്ടിരുന്ന വിഷയം. പ്രതിപക്ഷത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ LDF പ്രതിപക്ഷത്താകുമ്പോൾ തന്നെ ED റെയ്ഡുമായി വരുന്നു. അതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ അകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് വരുന്നു. അങ്ങനെ മാസപ്പടി വിവാദത്തിൽ പല രീതിയിൽ ED അന്വേഷണമായി നടത്തുന്നു. ബാങ്കിൽ റെയ്ഡ് നടത്തുന്നു. പൂർണ്ണമായി അബദ്ധത്തിൽ അല്ലെങ്കിൽ പൂർണ്ണമായി LDF പെട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. CPM പെട്ടു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമായിരുന്നു. വീണ വിജയൻ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയോ അല്ലെങ്കിൽ വീണ വിജയൻ ചെയ്ത സേവനത്തിന് പണം വാങ്ങിയെങ്കിൽ അതിന് കേരളത്തിലെ ജനങ്ങൾക്കോ ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ലേബലിലാണ് ഈ പണം വാങ്ങിയതെങ്കിൽ അതിന് വീണ വിജയൻ ഉത്തരം പറയണം, പിണറായി വിജയൻ ഉത്തരം പറയണമെന്നായിരുന്നു. അപ്പോഴൊന്നും ചിത്രത്തിലില്ലാത്ത ഒരാളായിരുന്നു മുഹമ്മദ് റിയാസ് എന്ന് പറയേണ്ടി വരും. റിയാസിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടില്ല. വീണ വിജയനും പിണറായി വിജയനും ആ രണ്ട് പേരുകൾ തന്നെയാണ് നിന്നത്. ഇപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് പറയേണ്ടി വരും. ഇതിനു മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം കറുത്ത ഒരു മൊഴി കൊടുത്തിരുന്നു. പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ്, സേവനത്തിന്റെ പേരിലല്ല പണം നൽകിയത് എന്ന തരത്തിൽ കറുത്ത ഒരു മൊഴി കൊടുത്തു. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, കറുത്ത ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി ഇടയ്ക്ക് കുറച്ച് ദിവസം ED അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയെന്ന് പറയേണ്ടി വരും. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തുന്നുണ്ട്. അത് അല്ലെങ്കിൽ കിട്ടിയ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം റെയ്ഡ് എന്ന് പറയുന്നു. അപ്പോഴും ഒരാൾക്ക്, സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കമ്പനി നടത്താൻ അധികാരമില്ലേ എന്നാണ് മുഹമ്മദ് റിയാസ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും വശമുണ്ടെങ്കിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ എന്ന് ചോദിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. കറുത്ത പറഞ്ഞത് സത്യമാണ് എങ്കിൽ അത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നവും. വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വീണ വിജയൻ എന്ത് കമ്പനി നടത്തിയാലും എവിടെ നിന്ന് പണം മാസപ്പടിയെ കൈപ്പറ്റിയാൽ അല്ലെങ്കിൽ പണം വാങ്ങിയാലും ചെയ്ത സേവനത്തിന് പണം വാങ്ങിയാൽ യാതൊരു പ്രശ്നവുമില്ല. അവിടെ രാഷ്ട്രീയമുണ്ടോ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി, വീണയുടെ പിതാവ്, പിതാവായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ED വിഷയത്തിൽ നിന്ന് ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ പറഞ്ഞ് ഊരി വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇനി? എന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ ഈ വിഷയം EDയുടെ റെയ്ഡുകൾ രാഷ്ട്രീയമായി പ്രയോഗിക്കുന്നുണ്ടോ അല്ലെ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചർച്ച പ്രധാനമായിട്ട് വരുന്നത്. കാരണം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സർക്കാർ, അതായത് പുതിയ സർക്കാർ വന്നു, അതിനു മുമ്പ് പഴയ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി ഭരണം ലഭിച്ചില്ല എന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ EDയുടെ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്. കാരണം ഓരോ പ്രാവശ്യവും ഇതിനു മുമ്പ് അന്വേഷണം കുറെ ആയി തുടങ്ങിയിട്ടെങ്കിലും പക്ഷെ ഇത്രയും ഒന്ന് രൂക്ഷമാക്കിയത് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പിണറായി വിജയന്റെ വീട്ടിൽ വരെ എത്തിയിട്ട് അന്വേഷണം നടത്തുന്നു, റെയ്ഡ് നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയത് അധികാരം നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ്. അതിന് പിന്നാലെ വീണ വിജയനെ 2-3 പ്രാവശ്യം ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അടുത്തടുത്ത് ആണ് ദിവസങ്ങളായിട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അപ്പൊ ഇപ്പൊ അറസ്റ്റിലാവും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ എന്താണെന്ന് അറിയാം. പക്ഷെ നമുക്കറിയാം ED ഇത് എത്ര തവണ കേരളത്തിൽ വന്നു, പല നേതാക്കളെയും കണ്ടു, പല ആൾക്കാരെയും ചോദ്യം ചെയ്തു. ഒരു കേസ് ഇവിടെയും എത്തിയിട്ട് കണ്ടിട്ടില്ല, ഒന്നും ആയിട്ടില്ല ഇതുവരെ. അതൊക്കെ ഒരു രാഷ്ട്രീയ, അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയമായുള്ള പ്രേരിതമാണോ എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളിൽ വന്നു, എന്നിട്ട് ഇത്രയും ആൾക്കാർ അന്വേഷിച്ചിട്ടും പല ആൾക്കാരും ചോദ്യം ചെയ്തിട്ടും ഒരു കേസ് പോലും എടുക്കാനോ, കേസെടുത്തിട്ടുണ്ടാവും പക്ഷെ ഒന്നും എവിടെ എത്തിയിട്ടില്ല ഇതുവരെ. ഒരു അല്ലെങ്കിൽ എങ്ങനെയാണോ അത് ഇത് പിന്നെ രാഷ്ട്രീയമായി തന്നെ വീണ്ടും ഒതുക്കി തീർക്കുകയാണോ, എന്താണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ. അത് സ്വാഭാവികം. അപ്പൊ ഇത് രാഷ്ട്രീയമാണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇതൊക്കെ. ഇപ്പൊ ഒടുവിൽ എത്തി നിൽക്കുന്നത് റിയാസിന്റെ നേർക്കാണ്. കാരണം വീണ വിജയൻ പിണറായി വിജയനിലേക്ക് പോകുമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് റിയാസിലേക്ക് പോകുന്നത്. കാരണം അവർ പറയുന്നത് വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ട്, അത് ബാങ്ക് അക്കൗണ്ട് റിയാസുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിയാസ് ഇടപെട്ടു എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം റിയാസ് മന്ത്രിയായിരുന്നു. അപ്പൊ അതാണ് ഇതിലൊരു സീരിയസ് മാറ്റർ. കാരണം എന്ന് വെച്ചാൽ മന്ത്രിയായിരുന്ന ഒരാള് ഇങ്ങനെ ഒരു സംഭവത്തിലൊക്കെ ഇടപെടുന്ന അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ല, റിയാസ് വളരെ കോൺഫിഡന്റ് ആയി തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത്. ഒരു പേടിയൊന്നുമില്ല, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഞാൻ വീണയോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും കമ്പനിയുമായി തന്നെ മുന്നോട്ട് പോകണം, ഇത്തരം കേസുകളിലൊന്നും ഭയപ്പെടേണ്ടതില്ല. രാഷ്ട്രീയമായി ഇതിനെന്തെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ പാർട്ടിയോ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. അത്തരം കാര്യങ്ങളൊന്നുമില്ല.
ഇതിന്റെ അകത്ത് വീണ എന്ന വ്യക്തി നടത്തുന്ന കമ്പനി, വീണ എന്ന വ്യക്തിക്ക് കമ്പനി നടത്താൻ അധികാരമില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇതിനേക്കാൾ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിച്ച ഒരാളായിരുന്നു പിണറായി വിജയൻ. പക്ഷെ ED അടുത്തെത്തുന്ന സമയത്ത് പിണറായി വിജയന്റെ സംസാരം മാറി, ബോഡി ലാംഗ്വേജ് മാറി, ഒന്ന് പതറി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ പറയുന്നത് പോലെ അച്ഛൻ എന്ന നിലയിലോ ഭർത്താവ് എന്ന നിലയിലോ ഒരു സേവനവും, അല്ലെങ്കിൽ അവർ രണ്ടുപേർക്കും ഇതിൽ ബന്ധമില്ല എന്നാണെങ്കിൽ കർത്ത ആദ്യം കൊടുത്ത മൊഴിയിൽ എന്താണ് പറഞ്ഞത്? അതിന്റെ അകത്തൊരു എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ കർത്ത അങ്ങനെ ഇപ്പൊ പിണറായി വിജയനോ റിയാസിനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം കർത്തക്കില്ല. റിയാസിന്റെ പേര് കർത്ത പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്ത പറഞ്ഞ പേരിന്റെ പിണറായി വിജയൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ റിയാസ് പറയുന്നത് എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയും? പറയുമ്പോൾ റിയാസ് പറയുന്നത് സംശയം വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം പക്ഷെ ഇതിൽ ഇവരിപ്പം ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? റിയാസ് ന്യായീകരിക്കുന്നത് വീണ എന്ന ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, ഇവിടെ ഒന്നും ഒളിച്ചു വെക്കാനില്ല, അതായത് ഒരു ബിസിനസ് സ്വതന്ത്ര വ്യക്തിക്ക് തുടങ്ങുന്നതിൽ കുഴപ്പമില്ല, ഇവിടെ നിന്നും കണ്ടുകെട്ടിയിട്ടില്ല എന്നുള്ള ന്യായീകരണങ്ങളാണ്. അല്ല, ഞാനും അതാണ് പറഞ്ഞത്. ബിസിനസ് ഒരു വ്യക്തിക്ക് തുടങ്ങാം. വീണ എന്ന് പറയുന്ന ആൾ ഒരു ചെയ്ത സേവനത്തിന് 10 കോടി രൂപ വാങ്ങിയാലും അത് കേരളത്തെ ബാധിക്കുന്ന കാര്യമല്ല. അവിടെ പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് വീണ. അപ്പൊ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ ബന്ധമുണ്ടോ? അദ്ദേഹവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണോ ഈ പണം കൈമാറിയത്? ഇത് മാത്രമാണ് ഇവിടെ പ്രശ്നം. അതാണ് മെയിൻ പ്രശ്നം. ഇത് അടുത്തത് പിണറായി, ഇപ്പൊ റിയാസ് വരെ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, പിണറായി വിജയനിലേക്ക് എത്തില്ല എന്നായിരുന്നു എല്ലാവരും. പക്ഷെ ഒരു സൂചന ഉണ്ടായിരുന്നു അടുത്ത പിണറായി ആണോ ചോദ്യം ചെയ്യുന്നത്. പക്ഷെ പിണറായി എന്നാണ് ടിസ്റ്റ് വന്നിട്ട് പക്ഷെ നമുക്കൊരു വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രേരിതം പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയാസിന്റെ വീട് റെയ്ഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ പിണറായി വിജയൻ അങ്ങനെയൊക്കെ ചെയ്തു, അതൊക്കെ രാഷ്ട്രീയ പ്രേരിതം ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ റിയാസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 8ഓളം പേര്, 7 പേര് കോളേജ് കാലം മുതലേ ആ പരിചയമുള്ള, അപ്പൊ അവരെ സുഹൃത്തുക്കളുമായിട്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, അവരുടെ വീടുകളും റെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു കാരണമില്ലാതെ ഈ 7 പേരുടെ വീടുകൾ റെയ്ഡ് ചെയ്യാൻ സംശയം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രൂവ് കിട്ടിയിട്ടുണ്ടാകുമായിരിക്കുമല്ലോ. പക്ഷെ ED എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നോക്കുന്ന, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് മാധ്യമങ്ങൾക്ക് കിട്ടാറില്ല. വളരെ പയ്യെ കാര്യങ്ങൾ ഒരുപാട് സമയമെടുത്താണ് ED മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഒരു കാര്യവുമില്ലാതെ 7 പേരുടെ വീടുകളിലേക്ക് റെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റിയാസ് തന്നെ പറയുന്നുണ്ട് അവിടെ നിന്നൊന്നും ഒന്നും കിട്ടിയിട്ടില്ല, ഒരു തെളിവ് ഒന്നും അവരുടെ കയ്യിലില്ല എന്ന്. അത് പറയേണ്ടത് റിയാസ് അല്ല, ED ആണ്. എന്തൊക്കെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ നിലവിൽ എന്താണ് ഈ കേസിന്റെ സ്ഥിതിഗതികൾ എന്ന് പറയേണ്ടത് ED ആണ്. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ കേസാണ്, ഇപ്പോഴുണ്ടായ കേസല്ല. അന്നൊന്നും ഒരു തരത്തിലുള്ള നീക്കവും ഉണ്ടായിട്ടില്ല. അന്ന് അധികാരത്തിലായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കേരളം പറഞ്ഞത് BJPയും CPM-ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. ED എന്ന് പറയുന്നത് അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി അല്ല. ഇപ്പൊ കേന്ദ്രത്തിന് ഇഷ്ടമല്ലാത്ത ആരെയൊക്കെയോ വേട്ടയാടണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ED വരും, വേട്ടയാടും. പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്, പിണറായി വിജയനെ അങ്ങനെയാണെങ്കിൽ എന്തിന് വേട്ടയാടണം? പ്രതിപക്ഷത്തായിരിക്കുന്ന, അധികാരത്തിൽ ഇരുന്നപ്പോൾ തന്നെ ചെയ്യാവുന്ന എല്ലാ സഹായവും BJPക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. 3 സീറ്റിലേക്ക് BJPക്ക് കേരളത്തിൽ 3 അക്കൗണ്ട് ഇപ്പൊ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ കഴിവ്, അല്ലെങ്കിൽ പിണറായി വിജയൻ സഹായിച്ചിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ED വേട്ടയാടേണ്ട ആവശ്യമില്ലല്ലോ പിണറായി വിജയനെ. ഇത്രയും കാലം ഭരണത്തിലിരിക്കുമ്പോൾ പിണറായി വിജയന് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ഭരണം പോയി എന്ന് തോന്നും ആ സമയത്ത് ആ ഒരു ടേംസ്, അല്ലെങ്കിൽ എന്താണ് ഇതില് അന്തർധാര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നല്ല പറയാ. അപ്പൊ അങ്ങനെ ഒരു അന്തർധാര വെച്ചിട്ടാണ് ഭരണത്തിലിരിക്കുമ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ഭരണം പോയി എന്ന് തോന്നുമ്പോൾ BJP നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് തോന്നുന്നത്. ഇനിയിപ്പോ എന്തായാലും ഇവരെ കൊണ്ട് ഗുണമില്ല എന്നുള്ളൊരു തോന്നൽ വന്നതോടുകൂടിയാണ് പിന്നെ ഇവർക്കെതിരെ ചിലപ്പോ അങ്ങനെയുമായിരിക്കാം. കാര്യം അങ്ങനെയാണെങ്കിൽ CPM-ന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വളരെ ദയനീയമാണ്. ഈ ഒരു കേസ് കൂടി വന്നാൽ CPM, അതിന്റെ അകത്ത് പിണറായി വിജയന്റെ പേര് കൂടി വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയനാണ് കുറ്റക്കാരനെന്ന് വന്നാൽ ഒരിക്കലും CPM-ന് അതൊന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു അവസരം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണോ BJP ഇത്രയും നാൾ പിടിച്ചു വെച്ചിരുന്ന ED-യെ കെട്ടഴിച്ചു വിട്ടത് നമുക്കറിയില്ലല്ലോ. എന്തായാലും ഇപ്പോ ഈ സംഭവത്തോടു കൂടി റെയ്ഡിനെതിരെ പ്രതിഷേധിക്കാൻ, രാഷ്ട്രീയമായി പ്രതിഷേധിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സെക്രട്ടേറിയറ്റ് യോഗം അല്ല, ഇതിനു മുൻപ് രാഷ്ട്രീയമായി പ്രതികരിച്ചതാണ്. ഇപ്പൊ കുറെ പേർ ഇപ്പോഴാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. ഇനിയിപ്പോ സെക്രട്ടേറിയറ്റ് ചേരുന്നു, യോഗം ചേരുന്നു, അങ്ങനെ പുതിയ സമര പരിപാടികൾ എന്താണ് ഇനിയും കൂടുതൽ, അതായത് അടുത്ത പിണറായിയുടെ അടുത്തേക്കാണോ വരുന്നത് എന്നുള്ള ഒരു പ്രതിരോധം തീർക്കണം. അതുമാത്രം ഇപ്പൊ റിയാസിന് അപ്രതീക്ഷിതമാണ് റിയാസിന്റെ അടുത്തെത്തുന്നത്, അത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഈ റിയാസിന്റെ അടുത്തെത്തി അടുത്തത് പിന്നെ പിണറായിലേക്ക് എത്തിക്കൂടായില്ല എന്നുള്ള ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പൊ അത്യാവശ്യമായിട്ട് യോഗം ചേർന്ന് ഇതെങ്ങനെ തീരുമാനിക്കണം, അല്ലെ ഇതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കും യോഗം ചേർന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ യോഗത്തിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ എതിരെ ഈ ഒരിക്കുമ്പോ അന്ന് ചെയ്ത പോലെ വിഡിത്തങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. കാരണം ED വരുമ്പോ റെയ്ഡ് ചെയ്ത
ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, ഇമാതിരി പരിപാടികൾ ചെയ്യുന്ന രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ രാഷ്ട്രീയമായി ഉപയോഗിക്കല്ല, രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരും.